പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ. ഇന്നത്തെ സുവിശേഷം മറിയം എലിസബത്തിനെ സന്ദർശിക്കുന്നു, ഒപ്പം മറിയത്തിൻ്റെ സ്തോത്രഗീതവും. നമ്മുടെ കർത്താവിൻ്റെ ആഗമന കാലത്ത് സ്വർഗം മാനിച്ച 2 അമ്മമാരെ പറ്റിയാണ് ഇന്നത്തെ ധ്യാനം. പരിശുദ്ധ മറിയവും ഏലിശുബ പുണ്യവതിയും. മറ്റുള്ളവരുടെ ശ്രേഷ്ഠതയെ അംഗീകരിച്ചുയർത്തി പറയുന്ന ഒരു ധ്യാനം. ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഫിലിപ്പിയർ 2:3 വിശുദ്ധ പൗലോസ് പറഞ്ഞ വചനം അന്വർത്ഥമാക്കുന്ന വചനഭാഗം. എക്സ്പ്രസ് ഹൈവേകളിലും റെയിൽവേ ട്രാക്കിലും ജീവൻ പൊലിഞ്ഞതിനേക്കാൾ ജീവനുകൾ. ആധുനിക ഡിജിറ്റൽ ഹൈവേകളിൽ കളിയാക്കലുകളിൽ പൊലിഞ്ഞവർക്ക് ഞാൻ ഈ ധ്യാനം ഇന്ന് സമർപ്പിക്കുന്നു. ഒരു 3 ചിന്തകളാണ് മനസ്സിലേക്ക് കടന്നു വന്നത്. ആദ്യത്തെ ചിന്ത, വിജാതിയർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും വേണ്ടി എഴുതപ്പെട്ട സുവിശേഷത്തിൽ ഒരു സാധാരണക്കാരി പെൺകുട്ടിയെ മാലാഖ വന്ദിച്ചതിലൂടെ സ്വർഗം വന്ദിച്ചെന്നും എലിസബത്ത് മറിയത്തെ വന്ദിച്ചതിലൂടെ മനുഷ്യകുലം മറിയത്തെ വന്ദിച്ചുവെന്നും വായനക്കാരെ പഠിപ്പിക്കുകയാണ് സുവിശേഷകൻ. ആത്മീക ജീവിതത്തിൽ ദൈവകൃപ നിറയാനുള്ള ഒരു എളുപ്പ വഴി പരിശുദ്ധ മറിയത്തിന് വന്ദനം പറയുകയാണെന്നും ഈ ഭാഗത്തിൽ ഒരു വായന കൂടിയുണ്ട്. പരിശുദ്ധ മറിയത്തിന് വന്ദനം പറയുമ്പോൾ പരിശുദ്ധ മറിയം പ്രതിവന്ദനം ചെയ്യും. ആ പ്രതിവന്ദനത്തിൽ വന്ദിക്കുന്നവർ പരിശുദ്ധാത്മാവിൽ നിറയും. ജപമാല പ്രാർത്ഥനയുടെ ആഴം നമ്മളിവിടെയാണ് മനസ്സിലാക്കുക. രണ്ടാമത്തെ ഒരു ചിന്ത, മറിയത്തിന് ദൂതന്റെ അറിയിപ്പ് ദേവാലയത്തിനുള്ളിൽ നല്ല സൗകര്യങ്ങളിൽ നിന്ന് സുവിശേഷം വായിച്ച് കേൾക്കപ്പെടുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷത്തിൽ ആയിരുന്നില്ല കേൾക്കപ്പെട്ടതെന്ന് യാത്ര ചെയ്യാൻ ക്ലേശകരമായ പാതയിലൂടെ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടതിലൂടെ വചനം 39 അതിൽ നിന്ന് നാം മനസ്സിലാക്കും. എന്തോ ഒരു വലിയ ഉത്കണ്ഠ മനസ്സിൽ കടന്നുകൂടിയെന്ന് സാരം. വചനം പറഞ്ഞ് ദൂതൻ മറഞ്ഞു. ചോദ്യങ്ങൾ കുറേ ബാക്കി. ആരോട് പറയും? ആരാണ് തന്നെയൊന്ന് മനസ്സിലാക്കുക? അപ്പോഴാണ് ദൂതൻ പറഞ്ഞ അടയാളം ഓർമ്മയിൽ തെളിഞ്ഞു വന്നത്. ഇക്കാര്യം മനസ്സിലാക്കാൻ പറ്റിയ ഒരേ ഒരാളുള്ളൂ ഈ ഭൂമുഖത്ത്. അത് ഏലിശുബ പുണ്യവതി. സമൂഹത്തിൻ്റെ നിന്ന കേട്ട് എക്സ്പേർട്ടായ വ്യക്തിയുടെ അടുത്തേക്കൊരു ട്രെയിനിങ്ങിന് വേണ്ടി ഒരു യാത്ര. ആത്മീക ജീവിതത്തിൽ ഒരു ആധ്യാത്മിക ഗുരുവിൻ്റെ സ്ഥാനം, ഒരു സ്പിരിച്വൽ ഫാദറിൻ്റെ സ്ഥാനം നമ്മൾ ഗ്രഹിക്കുന്ന വചനഭാഗം കൂടിയാണ് ഈ വചനങ്ങൾ. ആത്മീക ജീവിതത്തിൽ നമുക്ക് ചുറ്റും ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന വീട്ടിലെയും ദൈവാലയങ്ങളിലെയും മുതിർന്ന അപ്പച്ചന്മാരും അമ്മച്ചിമാരും വീട്ടിലും പള്ളിയിലും ബാധ്യതകളല്ല, അവർ ദീപങ്ങളാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ വചനഭാഗം. മൂന്നാമത്തെ ഒരു ചിന്ത, എന്നെ സ്വാധീനിച്ച ഒരു വാക്കാണ് ഡിജിറ്റൽ ഹൈവേ. ആദ്യം ഞാൻ പറഞ്ഞ ഡിജിറ്റൽ ഹൈവേകളിൽ നിന്ദനമേറ്റ ആധുനിക കാലത്ത് ജീവൻ പൊലിയുന്നവർക്ക് ഒരു മാതൃകയും ആശ്വാസവുമാണ് പരിശുദ്ധ മറിയവും ഏലിശുബ പുണ്യവതിയും. സമൂഹത്തിൽ പരിഹാസമേറ്റവളെ മറിയം വന്ദിക്കുന്നു. ദൈവ സാന്നിധ്യമുള്ളവരുടെ സാന്നിധ്യം ഹൃദയവേദനയിൽ കഴിയുന്നവർക്ക് ആശ്വാസവും ആനന്ദവുമേകുന്നു. വാക്യം 40-41. അവൾ സക്രിയയുടെ ഭവനത്തിൽ പ്രവേശിച്ച് ഏലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിൻ്റെ അഭിവാദനം ഏലിസബത്ത് കേട്ടപ്പോൾ അവളുടെ ഉദരത്തിൽ ശിശു കുതിച്ചുചാടി. ദൈവാത്മാവിൻ്റെ പ്രത്യേകത വചനം പറയുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം വായിക്കുമ്പോൾ ദൂതന്റെ സംബോധന നമ്മിൽ ചിരി പടർത്തും. സംഭവം ഇതാണ്. മിദ്യാൻകാരെ പേടിച്ച് യോവാഷിന്റെ പുത്രൻ ഗിദെയോൻ സ്ഥലം മാറി മുന്തിരിച്ചക്കിൽ ഗോതമ്പ് പൊടിച്ചിരുന്ന ഗിദെയോന് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അവനെ വിളിക്കുകയാണ് ധീരനും ശക്തനുമായ മനുഷ്യ എന്ന്. ട്രോൾ ചെയ്ത് കോമഡി അടിക്കുവാണോ കർത്താവേ എന്ന് ഗിദെയോൻ മനസ്സിൽ ചോദിച്ചു കാണും. കാരണം പേടിച്ചിരണ്ടിരുന്ന മനുഷ്യനെ വിളിക്കുകയാണ് ധീരനും ശക്തനുമായ മനുഷ്യ എന്ന്. യെശയ്യാ പ്രവചനം പറയുന്നു 42:3 ചതഞ്ഞ ഞാങ്ങണ അവൻ മുറിക്കുകയില്ല. ആരാണ്? ദൈവാത്മാവുള്ളവൻ. മങ്ങിയ തിരി കെടുത്തുകയുമില്ല.
ദൈവത്തിൻ്റെ സ്വഭാവം അതാണ്. യേശു അങ്ങനെയായിരുന്നു ഈ ഭൂമിയിൽ. നമ്മൾക്ക് കർത്താവിനെ ഉദരത്തിൽ വഹിക്കുവാൻ സാധ്യമല്ല. നമ്മൾ നാവിൽ ഹൃദയത്തിൽ സ്വീകരിക്കുന്നവരാണ്. നമ്മുടെ കൂടിവരവുകൾ അസ്വസ്ഥത ഉളവാക്കുന്നതാണോ സന്തോഷം പകരുന്നതാണോ? ഒരു പ്രസംഗത്തിൽ കേട്ടതുപോലെ നാം മൊബൈൽ ഫോൺ വീഡിയോ പിടിക്കാൻ ഉയർത്തുന്നത് സർപ്പം ഫണം വിടർത്തുന്നത് പോലെയാണോ? മറ്റുള്ളവരെ കൊല്ലാൻ വേണ്ടിയാണോ? മൊബൈലിൽ വാട്സപ്പ് തുറക്കുന്നത് മനുഷ്യരുടെ നെഗറ്റീവുകൾ ഷെയർ ചെയ്യാനാണോ? ദൈവാത്മാവിലാണോ ഞാൻ എന്നറിയാൻ നല്ലത് മറ്റുള്ളവരുമായി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും വ്യക്തിജീവിതത്തിലും പങ്കുവയ്ക്കുവാൻ ആഹ്ലാദം എനിക്കുണ്ടോ എന്ന് നോക്കിയാൽ മതിയാകും. ദൈവം അനുഗ്രഹിക്കട്ടെ. യോഹാനോൻ മാതാവേലിശുഭ ഈശോതൻ മാതാ മറിയാം ഇവർ രാജൻ തന്നരമനയുഗ്മം വന്ധ്യത്വാപര കന്യത്വം ശിശുതൻ മുൻപിൽ ശിശുതുള്ളി പൂർവീകൻ മുൻ നാധുനികൻ തൻ കർത്താവോട് സ്വസ്തിയുര് ചരുളി വരുനീ ശാന്തതയാൽ സ്ലോമോ സൃഷ്ടിയെ നിരപ്പാക്കും.